നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് സത്യം ചെയ്ത് തന്നതാ നിധി. ആ സത്യം നിനക്ക് പാലിക്കാൻ പറ്റാതായ എന്റെ ശാപം എന്നും നിന്റെ തലയിലുണ്ടാകും. ഓർത്തോ? ബെഡൊക്കെ ഞാൻ തട്ടിക്കുടഞ്ഞ് വിരിച്ചതാ. ഉറങ്ങാറായെങ്കിൽ പ്രണവ് കിടന്നോ. പ്രണവേ, ആ ഏസിയുടെ തണുപ്പൊന്ന് കുറച്ച് വെക്കോ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഈ ടൈൽസിന്റെ തറയുടെ തണുപ്പും പിന്നെ ഈ ഏസിയുടെ തണുപ്പും എല്ലാം കൂടി ആവുമ്പോൾ വല്ലാത്ത നടുവേദന ശരീരവേദനയൊക്കെ എടുക്കും. അല്ല, ഇടുപ്പലിന്റെ സർജറി കഴിഞ്ഞതുമല്ലേ, അതാ. സാരല്ലേ പ്രണവേ, വേണ്ട, ഞാനിവിടെ കിടന്നോളാം. അതെ, മാനസികമായിട്ടുള്ള അകലം പാലിക്കാൻ വേണ്ടി നഗരത്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയാം. ഇവിടെ കിടന്ന് ചുമ്മാ അസുഖമൊന്നും പിടിച്ചു വെക്കണ്ട. ഒരാൾ അപ്പുറത്ത് കിടക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പതുക്കെ പതുക്കെ എൻ്റെ മനസ്സിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും അസുഖം വന്നാലും ചികിത്സ എൻ്റെ വക ആയിരിക്കണമെന്ന് എഗ്രിമെൻ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് വേണ്ട. ആശുപത്രിയിലും കൂടെ ചുമന്ന കിടക്കാൻ എന്നെ കൊണ്ട് വയ്യ. വേണേ ഇവിടെ കണം കയറി കിടാം. അതെ, വേണമെങ്കിൽ മതി. എനിക്ക് നിർബന്ധമൊന്നുമില്ല. അയ്യോ, പ്രണവ് അനുവദിച്ച ഞാൻ അവിടെ കിടക്കും. കിടന്നോട്ടെ പ്രണവേ. അത് തന്നെയല്ലേ നിന്റെ അടുത്ത് മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. കയറി കിടക്കാൻ പറഞ്ഞ നിമിഷങ്ങൾക്കകം 6 മാസത്തെ കണക്ക് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയോ. ഇവനൊക്കെ കൺഫ്യൂസ്ഡ് ആക്കുന്നല്ലോ. എന്തു പറ്റി ശിവാനി? ആന്റി, നിലത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി എന്നെ പ്രണവ് വിളിച്ച് കട്ടിൽ കയറി കിടക്കാൻ പറഞ്ഞു. അതൊരു നല്ല ലക്ഷണമാണല്ലോ. നല്ല ലക്ഷണമെന്ന് തന്നെ ഞാനും കരുതിയേ. നിന്ന നിൽപ്പിലല്ലേ ആളുടെ സ്വഭാവം മാറിയേ. അവിടെ ഒരു ബോർഡ് വാങ്ങിച്ച് കെട്ടി തൂക്കിയിട്ടിട്ടില്ലേ. എല്ലാം കഴിഞ്ഞ് അതിനടുത്ത് നിന്ന് 179 ദിവസം എന്നുള്ളതിനെ തിരുത്തി. എന്നിട്ട് 178 ആക്കി. ഇനി 178 ദിവസം കഴിയുമ്പോ എന്റെ ഈ വീട്ടിലെ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പ്. ആന്റി, ഈ പ്രണവ് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവാനി, നീ ഇങ്ങനെ നിരാശപ്പെടാതിരിക്കെ. ആ CKC രാവിലെ ഒരു അത്യാവശ്യത്തിന് വിളിച്ചപ്പോ അയാൾ ഫോൺ എടുത്തില്ല. ഹലോ. ആ, രാവിലെ വസുന്ധര വിളിച്ചപ്പോ ഞാൻ അല്പം തിരക്കിലായിരുന്നു. ചില ബിസിനസ് ഇഷ്യൂസ്. അത് കഴിഞ്ഞപ്പോ വസുന്ധര വിളിച്ച കാര്യം മറന്നുപോയി. പിന്നെ ഇപ്പോഴാ ഓർത്തത്. എന്തിനായിരുന്നു വസുന്ധര വിളിച്ചത്? ആ, ഒരു നല്ല കാര്യം പറയാൻ വിളിച്ചാ അല്ലെങ്കിലും CKC ഫോൺ എടുക്കില്ല. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യവുമില്ല. നല്ല കാര്യമോ? എന്തായാലും പറയുമെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. രാവിലെ ഞാൻ വിളിക്കുമ്പോ CKC ആ കോൾ അറ്റൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോ ആ നിർമ്മല CKCയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നേനെ. നിർമ്മലയോ? അതെങ്ങനെ? ആ നിർമ്മലയെ ഞാൻ ഇന്നൊരു അമ്പലത്തിൽ വെച്ച് കണ്ടു. നല്ലൊരു ചാൻസ് ആണല്ലോ മിസ്സാക്കി കളഞ്ഞത്. നിർമ്മല ഇപ്പൊ എവിടെയാണുള്ളത്? അത് വസുന്ധരയ്ക്ക് അറിയാമോ? അവൾ എവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? പക്ഷേ
ആ അമ്പലത്തിൽ നിന്ന് നിർമ്മലയെ രക്ഷിച്ചു കൊണ്ടുപോയത് ആ നിധിയാ. ഞാനത് നേരത്തെ തന്നെ വസുന്ധരയോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ആ നിർമ്മലയെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് ആ നിധി ഒറ്റ ഒരുത്തിയാ. ഞാനൊരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ ഏതോ മർഡർ ചെയ്തെന്നും അതിന്റെ വിറ്റ്നസ് നിർമ്മല ആയതുകൊണ്ട് അവളെ കൊന്നൊഴിവാക്കാൻ നോക്കുന്നതാണെന്നും അല്ലേ എന്നോട് പറഞ്ഞത്?